ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന യൂറ്റിഎല്ലിൻ്റെ ഒരു ലിഥിയം ബാറ്ററി പാക്കാണ്. ഈ ബാറ്ററി പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് 3.2 വോൾട്ട് 100 Ah's ലിഥിയം ഫെർസോസ്ഫേറ്റ് പ്രിസ്മാറ്റിക് സെൽസ് ആണ്. ബാറ്ററി പാക്കിംഗ് കൊള്ളാം, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് ബാറ്ററി പാക്ക്. ഈ ബാറ്ററി പാക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന യൂസേഴ്സ് മാനുവലും അതുകൂടാതെ മൗണ്ടിങ് സ്ക്രൂസും അവർ കൂടെ തന്നിട്ടുണ്ട്. വാൾ മൗണ്ടിങ് ടൈപ്പാണ് ഈ ഒരു ബാറ്ററി പാക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭിത്തിയിൽ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതല്ലാതെ വാൾ മൗണ്ട് ചെയ്യണമെന്ന് തന്നെ ഇല്ല. അതിൻ്റെ സെല്ലിൻ്റെ ഓറിയൻറ്റേഷൻ അനുസരിച്ചിരിക്കും വാൾ മൗണ്ട് ചെയ്യുന്നതാണോ അതോ അല്ലാതെ വെക്കുന്നതാണോ നല്ലതെന്നുള്ളത്. പിന്നെ ഈ സ്ക്രീനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഈ സ്ക്രീനിൽ കിട്ടും. ഇതിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് കറണ്ടും പിന്നെ കറണ്ട് ടെമ്പറേച്ചർ പിന്നെ SOC. ഈ പാക്കിൻ്റെ മുകളിലായിട്ടാണ് അവർ സ്വിച്ചസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 125 ആമ്പിയറിൻ്റെ DC MCB ആണ് ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് BMS ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഈ ബാറ്ററി പാക്കിൻ്റെ പാരാമീറ്റേഴ്സ് മുകളിൽ തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഡിസ്ചാർജ് കറണ്ട് 80 ആമ്പിയറും ചാർജ് കറണ്ട് 40 ആമ്പിയറുമാണ്. അത് കണ്ടിന്യൂഡ് ചാർജ് കറണ്ടാണ്. പിന്നെ 14.2 അപ്പർ കട്ട് ഓഫ് വോൾട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 3.55 വോൾട്ട് പെർ സെല്ലിൽ വരും. ഇതിൻ്റെ പീക്ക് ഡിസ്ചാർജ് കറണ്ട് 96 ആമ്പിയറാണ്. മാക്സിമം 10 മില്ലി സെക്കൻഡിലത്തേക്ക്. താഴെയായിട്ട് ചാർജ് മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. CCCV മെത്തേഡാണ്. പിന്നെ ഈ പാക്കിനെ നമുക്ക് ടോട്ടലി ഒന്ന് അതിൻ്റെ ഔട്ടർ വ്യൂ ഒന്ന് നോക്കാം. ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻസൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഭാഗത്തു നിന്നാണ് നമുക്ക് കണക്ഷൻ എടുക്കേണ്ടത്. റെഡ് ആൻഡ് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതിൽ വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട. പിന്നെ സൈഡിൽ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് 4 സ്ക്രൂസാണ് ടോട്ടൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് സ്വിച്ചുകൾ വരുന്നത്. സ്ക്രീനിൻ്റെ സ്വിച്ച് കൂടാതെ മുകളിലായിട്ട് BMS ഓൺ ഓഫ് സ്വിച്ചും പിന്നെ ഔട്ട്പുട്ട് ഓൺ ഓഫ് സ്വിച്ചും വരുന്നുണ്ട്. ഈ ബാറ്ററി പാക്കിൻ്റെ ഓപ്പൺ ചെയ്തൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ ചെയ്തതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ആ സ്ക്രീനിൻ്റെ താഴെയായിട്ട് അവർ ഈ ലിഥിയം ഫെർസോസ്ഫേറ്റ് ബാറ്ററി സെൽസ് ഉപയോഗിക്കുന്നതിന് കുറച്ച് അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ പാക്കിൽ വന്നിരിക്കുന്ന യൂസേഴ്സ് മാനുവലാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൽ ഡാലിയുടെ BMS ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. സ്മാർട്ട് BMS ആപ്പ് വഴി നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് ഇതിൻ്റെ സെൽ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് സ്മാർട്ട് BMS ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ പ്രാവശ്യം മാത്രം ആ ഒരു ബാറ്ററി പാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത പ്രാവശ്യം അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം ബാറ്ററി പാക്ക് സെലക്ട് ചെയ്ത ശേഷം മെയിൻ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറണ്ട് പെർസെൻറ്റേജും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സെൽ വൈസ് ഡീറ്റെയിൽസ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാറ്ററിയിലുള്ള സ്ക്രീനിൽ കുറച്ച് ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്പ് വഴി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. പാക്കിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഡീറ്റെയിൽസും സെൽ വൈസ് ഡീറ്റെയിൽസും എല്ലാം ഇതിൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ വോൾട്ടേജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാലൻസിൻ്റെ സ്റ്റേറ്റ് എന്താണ്, പിന്നെ ചാർജ് ആൻഡ് ഡിസ്ചാർജ് മോസ്ഫെറ്റിൻ്റെ സ്റ്റേറ്റ്, പിന്നെ SOC ഡീറ്റെയിൽസ് സ്ക്രീനിലും അറിയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് ആവറേജ് സെൽ വോൾട്ടേജ് ഡിഫറൻസും മറ്റു കാര്യങ്ങളുമൊക്കെ ആപ്പിലാണ് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഈ ഒരു സ്ക്രീൻ നമുക്കൊരു ചെറിയൊരു ഹാൻഡി ഫംഗ്ഷനാണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിയണമെങ്കിൽ നമുക്ക് ആപ്പ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണണം, ഇൻറ്റേർണൽ വ്യൂസൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് അതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസിൻ്റെ വീഡിയോ അടക്കം ഒരെണ്ണം ചെയ്യാം. നമുക്ക് ഈ ബാറ്ററി ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് Emsand 935VA ഒരു ഇൻവെർട്ടറാണ്. ഈ ഇൻവെർട്ടറിൽ മുമ്പ് ഞാൻ ലിഥിയം ബാറ്ററി ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പഴയൊരു ലിഥിയം ബാറ്ററി പാക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്രേക്കറുകളും കൂടെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ആപ്പിലും നിങ്ങൾക്ക് ഇതേ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് സ്റ്റാറ്റസ് എന്നുള്ളത്. ഇപ്പോൾ സോളാർ വഴിയാണ് ഇതിപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ആമ്പിയറിലാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഇൻവെർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ സ്റ്റാറ്റസിൽ ഏകദേശം ഒരു 16.3 വോൾട്ട് PV വോൾട്ട് വരുന്നുണ്ട്. 11 ആമ്പിയർ കറണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറിൻ്റെ സ്റ്റാൻഡ് ബൈക്ക് വേണ്ടിയിട്ട് കുറച്ച് കറണ്ട് പോകുന്നത് കൊണ്ടാണ് അത്രയും ആമ്പിയർ തന്നെ താഴെ BMSൽ കാണിക്കാത്തത്. ഈ ഇൻവെർട്ടറിലൊരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PWM ചാർജ് കൺട്രോളർ ആണെങ്കിലും നമുക്കിതിൻ്റെ വോൾട്ടേജ് ലെവലൊന്ന് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വോൾട്ടേജ് കുറച്ചിട്ടിട്ടാണ് ചാർജ് ചെയ്യുന്നത്. വോൾട്ടേജ് കുറച്ചിട്ടിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇത് മാക്സിമം ഒരു 13 വരെ പോകാറുള്ളൂ, 13.8 വരെയൊക്കെ പോകാറുള്ളൂ, 14 വോൾട്ടിൽ താഴെ. ഇപ്പോൾ വോൾട്ടേജ് ലെവൽ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 14.2 വരെ പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ 14.2 ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 14.2 ചാർജ് ചെയ്യുമ്പോൾ ഇതെന്തായാലും ഇതിൻ്റെ അപ്പർ ലിമിറ്റ് വോൾട്ട് 14.2 ആണ്. ഇപ്പോൾ 10 ആമ്പിയറിൽ ചാർജ് ആവുന്നുണ്ട്. 61% വരെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മാക്സിമം ചാർജ് ചെയ്ത് 14.2 എത്തിക്കുമ്പോൾ ഇത് എത്ര പെർസെൻറ്റ് എത്തുന്നു എന്നുള്ളത് നോക്കാം. അതിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിലെത്തുമ്പോൾ ചെറിയൊരു വേരിയേഷൻ കാണും. ഇപ്പോൾ ഇത് ഏകദേശം ആമ്പിയർ കുറച്ചാണ് എടുക്കുന്നത്. പാനൽ ആമ്പിയർ 14 വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട്. അതിൻ്റെ അർത്ഥം ബാറ്ററി ഇപ്പോൾ ഏകദേശം ഒരു സാച്ചുറേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആമ്പിയർ എടുക്കാത്തത് കൊണ്ടാണ് ഇത് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താത്തത്. ഇതിപ്പോൾ 14 വോൾട്ടിലാണ് എത്തിയിരിക്കുന്നത്. 14 വോൾട്ടിൽ എത്തിയപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. 13.9 ആണ്, 14 വോൾട്ടാണ് ഇൻവെർട്ടർ സെൻസ് ചെയ്യുന്നത്. പക്ഷേ 77%
ചാർജ് ഉള്ളൂ എന്നാണ് ഇത് പറയുന്നത്. SOC 77% പോരാ, കുറച്ച് കൂടുതൽ വേണ്ടതാണ്. നമുക്കിതിൻ്റെ ബാറ്ററി സെൽസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഈ സെൽസ് വോൾട്ടേജ് വെച്ച് നോക്കുമ്പോൾ ഇത് 77% പോരാ. അത് മിക്കവാറും ഈ പറഞ്ഞൊരു ആദ്യത്തെ ഒരു കാലിബ്രേഷൻ്റെ പ്രശ്നം കൊണ്ടാണ്. നമുക്കതിപ്പം ഈ ഒരു വിഷയം സോൾവ് ചെയ്യാനായിട്ട് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം സോൾവ് ആവേണ്ടതാണ്. ആ ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ബാറ്ററി പാക്കിനെ ഒരു 20% അല്ലെങ്കിൽ ഒരു 10% റേഞ്ചിലേക്ക് ഡിസ്ചാർജ് ചെയ്ത ശേഷം പിന്നെ വീണ്ടും ചാർജ് ചെയ്ത് നോക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു പരിധിവരെ ഈ പറഞ്ഞ കാലിബ്രേഷൻ ഇഷ്യൂസൊക്കെ ഒന്ന് സോൾവ് ആവേണ്ടതാണ്. പലപ്പോഴും ഈ ലിഥിയം ബാറ്ററി BMSകളിൽ കൂളോം മെത്തേഡിലാണ് കാൽക്കുലേഷൻസ് നടക്കുന്നത്. അത് കാരണം ഇങ്ങനൊരു വിഷയം വരാൻ സാധ്യതയുണ്ട്. ഫ്രീക്വൻറ്റ് ഫുൾ ചാർജ് ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പുതിയൊരു ബാറ്ററി പാക്ക് ആയതുകൊണ്ട് വന്നതാണ്. നമ്മളൊന്ന് ചാർജ് ചെയ്യുമ്പോൾ റെഡി ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ പ്രോസസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും പോർഷൻ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പുതിയൊരു പാർട്ടായിട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനോ നോക്കാം. ഇപ്പോൾ ഇതിൽ 14.3 വരെ വോൾട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും അത് ഒരു 77.4% തന്നെയാണ് നിൽക്കുന്നത്. ഈ ബാറ്ററി പാക്കിലെ സെൽ വോൾട്ടേജ് ഡിഫറൻസ് കുറച്ച് കൂടുതലാണെന്നുള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും. അപ്പോൾ അതിൻ്റെ ബാലൻസർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാലൻസർ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുത്ത ശേഷം മാത്രമായിരിക്കും ഞാൻ ഈ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 80 മില്ലി വോൾട്ടാണ് ഇപ്പോൾ കറണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം അതിനായിട്ടുള്ളൊരു സമയം കൂടെ കൊടുത്ത ശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ബാലൻസ് ചാർജിങ് ചെയ്യാതെ കിട്ടുന്ന സെല്ലുകളിലാണ് കൂടുതലും ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഡിസ്ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ബാലൻസറിന് ആക്ട് ചെയ്യാനുള്ള സമയം കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ 14% എത്തിച്ചിട്ടാണ് ഞാൻ വീണ്ടും ചാർജ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം അത് ചാർജ് ചെയ്തു, ബാലൻസ് ചെയ്യാനുള്ള സമയവും കൊടുത്ത ശേഷമാണ് ഡിസ്ചാർജ് ചെയ്തത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് 14% എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെൽസിൻ്റെയൊക്കെ സ്റ്റാറ്റസ് വലിയ കുഴപ്പമില്ല. ഇനി നമുക്കിത് ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് 100% ആവുന്ന സമയത്തുള്ള സ്റ്റാറ്റസാണ് ഇനി നോക്കേണ്ടത്. ഇപ്പോൾ ഇത് 14.3 എത്തിയപ്പോൾ ഇന്നലെ 77% കാണിച്ചത്, ഇന്നിപ്പോൾ 100% കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്തപ്പോഴാണ് ഇത് ശരിയായത്. ഇപ്പോൾ ഈ ബാലൻസിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ഓക്കെയാണ്. ലിഥിയം ബാറ്ററിയുടെ കേസിൽ നമുക്കിപ്പോൾ BMSൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് SOC പറയാൻ പറ്റൂ. വോൾട്ടേജ് ബേസ് ചെയ്ത് പറയുന്ന കാര്യം പാടാണ്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 14.3 വോൾട്ടിൽ 100% ഉണ്ട്. നേരെ മറിച്ച് 13.7 വോൾട്ടിൽ 99% ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു.